ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു പാൻറ്റിൻ്റെ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് മെറ്റീരിയലിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ 5 ഇഞ്ച് അടയാളപ്പെടുത്തി ഓപ്പൺ സൈഡിലേക്ക് ഒരു ക്രോസ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. 5 അടയാളപ്പെടുത്തണമെന്നില്ല, നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര അടയാളപ്പെടുത്തിയാൽ മതി. 5, 3, 4, 2 ഇങ്ങനെ വേണേലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 5 അടയാളപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് പിൻടെക്സ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. അതിൻ്റെ തുമ്പ് അങ്ങനെ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്തും ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് പിൻടെക്സ് ഇടാനുള്ള മെറ്റീരിയലാണ്. അതിന് വേണ്ടി ഞാൻ ഒരു 5.5 ഇഞ്ച് വിടുത്തും നമ്മൾ പാനിൻ്റെ താഴ്ഭാഗത്തുള്ള വിടുത്തിനേക്കാളും ഡബിളായിട്ടുള്ളൊരു പീസുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനിയിപ്പോൾ അതിന്മേൽ പിൻടെക്സ് ഇട്ട് കൊടുക്കണം. പിൻടെക്സ് ഇടാൻ 1/2 ഇഞ്ച് വിടുത്തിലാണ് ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ പിൻടെക്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് 1/2 ഇഞ്ച് വരച്ചിട്ട് തന്നെ പിൻടെക്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നില്ല, ബിഗിനേഴ്സ് വരച്ചിട്ട് കൊടുക്കുകയും കുറച്ചും കൂടെ ബെറ്റർ. ഞാനിപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിൻടെക്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. പിൻടെക്സ് ഇട്ട് എടുത്ത പീസിനെ ഒരേ സൈഡിലേക്ക് ഈ പിൻടെക്സിനെ പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗം ഫിനിഷ് ചെയ്യാൻ ഒരു ലേസും ഒരു പീസുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേസ് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇറങ്ങി നിൽക്കും ലേസ്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ആ ലൈനിങ്ങിൻ്റെ പീസ് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതുമല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലേസ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റു ഭാഗത്ത് ലൈനിങ്ങും ഈ പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ലേസിൻ്റെ മുകളിലായിട്ട് ഈ ഫ്ലവർ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ലെവലിലൊക്കെ ചെയ്തെടുക്കുക. ഇനി ആ താഴെയുള്ള ലേസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഈ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തി സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ടും നമ്മൾ ആദ്യത്തെ പാൻറ്റിൻ്റെ പീസിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഞാൻ അവിടെ ഈ ഫ്ലവർ ലേസ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതും എല്ലാം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അങ്ങനെ ഡിസൈൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിസൈനുമായിട്ട് കാണാം.